റുള്ള റോഡിൽ കട്ടർ ചാടിപ്പോകുന്നു. ഹേ ഗായ്സ്, അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം എടുത്തൊരു വീഡിയോ ആണ്. അന്നത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് എന്തായാലും അതങ്ങ് ചെയ്യാമെന്ന് വെച്ച്. എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ, രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഒന്നെങ്കിൽ പല്ലി കമ്പിടാം, ഇല്ലെങ്കിൽ മുടി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ പല്ലി കമ്പിടാന്നാണ്. അങ്ങനെ കിളിമാൻ്റുള്ളൊരു ക്ലിനിക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയി പേരും എഴുതിയിട്ട് ഡോക്ടറിനെ കയറി പല്ലൊക്കെ കാണിച്ചതിന് ശേഷം എത്ര രൂപ ആവും എന്നങ്ങ് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മേരെയും കണ്ണ് കിള്ളിപ്പോയി. എൻ്റെ അമ്മോ, വിചാരിച്ചതിനേക്കാളും ഇരട്ടിക്കായിപ്പോയി. കാരണം അത് നമ്മളെ കൊണ്ട് ഒട്ടും താങ്ങുന്നതല്ലാത്തതുകൊണ്ട് അപ്പോഴേ അത് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും അതില്ലെങ്കിലും സെക്കൻഡായിട്ട് ഒരു ഓപ്ഷനും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി അതിനായിട്ട് DMH പോകാന്ന് വെച്ച്. അങ്ങനെ അമ്മ അവിടെ നിന്ന് താഴോട്ട് നടന്നു വരാമെന്ന് പറഞ്ഞു. നമ്മൾ വണ്ടിയിൽ അവിടെ പോയി നിന്ന്. അപ്പോഴത്തേക്ക് അമ്മ വന്നതിന് ശേഷം നമ്മളവിടെ കയറിപ്പോയി റേറ്റൊക്കെ ചോദിച്ച് ട്രീറ്റ്മെൻറ്റ് കാര്യമൊക്കെ തിരക്കി എല്ലാം സെറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ബോട്ടോക്സ് ചെയ്യാനാണ്. അങ്ങനെ നമ്മൾ ഒരു റൂമിലോട്ട് കൊണ്ടിരുത്തി അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുടി വന്ന് നനച്ച് വെച്ചിട്ട് പോയി. ഇന്നേ വരെ എൻ്റെ മുടിയിൽ ഒരു സ്റ്റൈൽ വെട്ടയോ എൻ്റെ മുടിയിൽ ഒന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ മുടിയും നനച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് ഷാമ്പൂ ഇട്ട് തേച്ച് വെച്ചിരുന്നു. കാരണം എൻ്റെ തലയിൽ നല്ല രീതിക്ക് എണ്ണ ഉണ്ടായിരുന്നു. അത് നല്ലോണം തേച്ചൊരച്ച് കളഞ്ഞാലേ പറ്റുള്ളൂ. അങ്ങനെ ഷാമ്പൂ ഇട്ട് കുറേ നേരം വെച്ച് അതും വാഷ് ചെയ്തതിന് ശേഷം ഡ്രയർ വെച്ച് ഉണക്കിയിട്ട് എൻ്റെ മുടിയൊക്കെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ട് മുടി വൗരൊക്കെ എടുത്ത് ക്ലിപ്പൊക്കെ എടുത്ത് കുത്തി. ഫ്രണ്ടിൽ 2 ക്ലിപ്പ് എടുത്ത് കുത്തിയപ്പോഴത്തേക്ക് എന്തോ കൊമ്പ് കെട്ടിയ പോലെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എന്നിട്ട് ക്രീമൊക്കെ തേച്ച് തുടങ്ങി. ഇതിനിടയ്ക്കാണ് എൻ്റെ മുടിയുടെ പ്രശ്നം ആ ചേച്ചിക്ക് എന്നെ മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കെട്ട് വീഴുന്ന ഒരു പ്രത്യേകതരം മുടിയാണ് എൻ്റെ മുടി. ഒരു സൈഡ് മുടി കോതിയിട്ട് വീണ്ടും ഒന്നും കൂടെ കോതുമ്പം ചട കയറും. അങ്ങനത്തെ ഒരു മുടിയാണ്, ഒരു ടൈപ്പാണ് എൻ്റെ മുടി. പക്ഷേ ആ ചേച്ചി നല്ലോണം കിടന്ന് കഷ്ടപ്പെട്ടു. അതിനിടയ്ക്ക് ആ ചേച്ചിയുടെ കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ മുടി ഡാമേജ് ഹെയർ ആണെന്ന്. അതും കൂടെ കേട്ടപ്പോൾ എൻ്റെ മനസ്സൊക്കെ തകർന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത് ഞാനായിട്ട് വരുത്തി വെച്ചതാണ്. കുറച്ച് എന്തിനാണ് വീട്ടിൽ പരീക്ഷിച്ച് എൻ്റെ മുടി ഡാമേജ് ആക്കി വെച്ച്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്തായാലും ആ ചേച്ചി നല്ലോണം കിടന്ന് കഷ്ടപ്പെട്ട് ആ ക്രീം ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ തന്നെ. അത് കഴിഞ്ഞിട്ട് ഒന്നാമത് എൻ്റെ മുടി കട്ടിങ് കുറവാണ്. അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട് ആ ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അത് ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം തല മൊത്തത്തിൽ മൂടി കെട്ടി. എനിക്ക് ചിരിയാണ് വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയൊക്കെ പോയി വെള്ളമൊക്കെ മേടിച്ചോണ്ട് വന്ന് കപ്പലണ്ടിയൊക്കെ മേടിച്ചോണ്ട് വന്ന് അതൊക്കെ കഴിച്ചും കുടിച്ചൊക്കെ അവിടെ ഇരുന്നു. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഈ ചുറ്റി വെച്ചതെല്ലാം അഴിച്ച് അതിനുശേഷം അടുത്ത പ്രോസസ്സിലോട്ട് കിടന്ന് എന്തെന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്യുക. ആദ്യമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ആക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വേദന അങ്ങോട്ട് തുടങ്ങി നല്ല രീതിക്ക്. ആ വേദനയും അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മുടി ചടയാവുന്ന അതിൻ്റെതും എല്ലാം കൂടെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ കഷ്ടപ്പെട്ട് അങ്ങനെ വേദനയൊക്കെ സഹിച്ചൊക്കെ ഇരുന്ന് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വേദന എന്ന് വെച്ചാൽ എന്തിനാണെന്നാണ് ഞാൻ പറയണത്. നല്ല വേദനയായിരുന്നു. അത് ആ വേദനയിൽ ഞാൻ കാല് തട്ടിയത് ആ ഡ്രയറിൻ്റെ സംഭവം ഇത് കണക്ട് ചെയ്തിരുന്ന സംഭവം ഊരിപ്പോയി കാല് തട്ടിയിട്ട്. അത് പിന്നെ വീണ്ടും എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒക്കെ സെറ്റാക്കി. ഇതിനിടയ്ക്ക് അമ്മ അവിടെ കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 12 മണിയൊക്കെ ആയി ടൈം. അങ്ങനെ അമ്മയെ കിടന്ന് ഉറങ്ങണേ കണ്ട് ബാക്ക് ക്യാമറ ഇട്ട് എടുക്കാനും പറ്റില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറ ഇട്ടൊക്കെ എടുത്ത് അതൊക്കെ കണ്ടൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് പപ്സ് തന്നു, എന്തോ ഒരു സ്വീറ്റ് പപ്സ് എന്തോ ആണ്. അങ്ങനെ അതും തന്ന് അതും കഴിച്ച് ഇരുന്നപ്പോഴത്തേക്കാണ് അടുത്ത പ്രോസസ്സ് എത്തി. എന്തെന്ന് വെച്ചാൽ അയൺ ചെയ്യൽ. അപ്പോൾ മാസ്ക് ഒക്കെ കൊണ്ടുവന്നു കേട്ടോ, ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കും അവനും എല്ലാം കൊടുത്ത് എനിക്കും തന്നു. പക്ഷേ എനിക്ക് അത് വെച്ചിട്ട് ഒരു ഏതോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാസ്ക് വെക്കും ഊരും ഇത് തന്നെയായിരുന്നു. അങ്ങനെ അയണും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ മുടി കണ്ടീഷണർ ഇട്ട് കഴുകണം. അങ്ങനെ അതും കഴിഞ്ഞ് മുടിയുടെ തുമ്പും വെട്ടി മുടി ഉണക്കിയെടുത്തപ്പോഴത്തേക്ക് കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ വലുതായിട്ടും തോന്നിയില്ല. പക്ഷേ ബാക്ക് ക്യാമറ ഇട്ട് ഒരു വീഡിയോ എടുത്ത് അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മുടിയുടെ ലുക്കേ ആകെ മാറി. അമ്മയ്ക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. അമ്മ വെളിയിൽ നിന്നൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം വീടെത്തിയപ്പോൾ 1:30-2 മണിയായി. അത്രയും ടൈം എടുത്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് മുടി വാഷ് ചെയ്യാൻ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പാട്ടൊക്കെ പാടിയാണ് പോണത്. കട്ടറുള്ള റോഡിൽ കട്ടർ ചാടിപ്പോകുന്നു. അങ്ങനെ അവിടെ എത്തി മുടിയും വാഷ് ചെയ്ത് മുടിയും ഉണക്കി ആ കണ്ണാടിയിലൊക്കെ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട്. അവിടെ നിന്ന് പിന്നെ ഷാമ്പുവും കണ്ടീഷണറും വാങ്ങണമെന്ന് പറഞ്ഞ് അതും വാങ്ങി വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.